നമസ്കാരം. സ്റ്റെതസ്കോപ്പിലേക്ക് വീണ്ടും സ്വാഗതം. കളിക്കളം എന്ന് പറയുന്നത് വളരെ വീറും വാശിയുമേറിയ ഒരു ഇടമാണ്. പരസ്പരം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരമുള്ള ഒരു കളിക്കളത്തിൽ എപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് പരിക്കേറ്റാം. പ്രത്യേകിച്ച് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ വളരെ വാശിയേറി നമ്മൾ കളിക്കുന്ന ഒരു കളിയാണ്. ഫുട്ബോൾ കൂടാതെ വോളിബോൾ, ബാഡ്മിൻ്റൺ, അങ്ങനെ ഒരുപാട് കളികളുണ്ട്. ഇത്തരത്തിൽ കളിക്കുമ്പോൾ പരിക്കേൽക്കുക സ്വാഭാവികവുമാണ്. ഈ രകം സ്റ്റെതസ്കോപ്പ് പരിശോധിക്കുന്നത് സ്പോർട്സ് ഇഞ്ചുറീസിനെ കുറിച്ചാണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്പോർട്സ് ഇഞ്ചുറീസിനെ കുറിച്ച് വിശദമാക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരളത്തിലെ തന്നെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ്, ഡോക്ടർ ഷില്ലർ ജോസ്. അദ്ദേഹം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സ്പോർട്സ് ഇഞ്ചുറീസ് സീനിയർ കൺസൾട്ടൻ്റാണ്. വെൽക്കം സർ. വെൽക്കം. താങ്ക് യു ഫോർ യുവർ കൈൻഡ് ഇൻട്രൊഡക്ഷൻ. സർ, ഞാൻ പറഞ്ഞ പോലെ സർ പ്രശസ്തനായ ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ടാവും ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഇഞ്ചുറീസ്. അപ്പോൾ നമുക്ക് ആളുകളുടെ അറിവിനായിട്ട് കോമൺ ആയിട്ട് വരുന്ന ഇഞ്ചുറീസ് എന്തെല്ലാം, അത് പറഞ്ഞു തുടങ്ങാം. സ്പോർട്സ് ഇഞ്ചുറീസ് നമ്മുടെ ഈ കേരളത്തിലും എസ്പെഷ്യലി നോർത്ത് കേരളയിലും ഈ ഇഞ്ചുറി പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളിക്കുന്ന സ്പോർട്സ് എന്താണെന്ന് അതായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പോൾ ഫുട്ബോൾ ആൻഡ് വോളിബോളാണ് നോർത്ത് കേരളയിൽ ഏറ്റവും കൂടുതൽ കുറേ കൂടി അഗ്രസീവായിട്ട് കളിക്കുന്ന രണ്ട് സ്പോർട്സ്. എല്ലാ ഗെയിംസും കളിക്കുന്നുണ്ട് എല്ലാവരും. ഇപ്പോൾ നൗഡേസ് സ്പോർട്സ് വളരെ പോപ്പുലറായ കാരണം എമംഗ് ദ യൂത്ത്. പക്ഷേ ഫുട്ബോൾ ആൻഡ് വോളിബോളാണ് കൂടുതൽ മലബാർ ഏരിയയിൽ കുറേ കൂടി അഗ്രസീവായിട്ടും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വരുന്ന ഇഞ്ചുറീസ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ഇഞ്ചുറി ഒരു 90% തന്നെ പറയാം. ടോട്ടൽ നമ്പർ ഓഫ് ഇഞ്ചുറീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 90% ഓഫ് ഇഞ്ചുറി നീ ഇഞ്ചുറിയാണ്, കാലിൻ്റെ മുട്ടിന്. അതിലൊരു 90% ലിഗമെൻറ്റ് ടയർസ് ആയിരിക്കും. ഇപ്പോൾ കോമൺലി ഈ ഫുട്ബോളേഴ്സിൻ്റെ ഇടയിൽ ലിഗമെൻറ്റ് പോയി എന്ന് പറയുന്നത് ACL ടയറിനാണ് പറയുന്നത്. ACL എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നീ ജോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് കാലിൻ്റെ തൈ, തൊടയുടെ എല്ല്, ഇത് ഷിൻ ബോൺ, മുട്ടിന് താഴെയുള്ള എല്ല്. ഇത് രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു ബാൻഡാണ് ഒരു ലിഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. ഒരു ടൈറ്റ് ബാൻഡാണ്, ഒരു ഞരമ്പ് പോലെ ഇത് രണ്ടും കണക്ട് ചെയ്യുന്നത്. ഒരു മെയിൻ കണക്ഷൻ കേബിളാണ് ഈ രണ്ട് ബോൺസും തമ്മിൽ. അതേപോലെ വേറെയും കുറേ ലിഗമെൻറ്റ്സ് ഉണ്ട്, 5-6 ലിഗമെൻറ്റ്സ് ഉണ്ട് ചുറ്റും മുട്ടിൻ്റെ. ഈ ലിഗമെൻറ്റ്സാണ് ഈ ജോയിൻറ്റിനെ സ്റ്റേബിളാക്കി വെക്കുന്നത്. ജോയിൻറ്റിന് ഒരു സ്റ്റെബിലിറ്റി കിട്ടാനും ജോയിൻറ്റിൻ്റെ ഈ കോംപ്ലിക്കേറ്റഡ് മൂവ്മെൻറ്റ്സും ഫോഴ്സസൊക്കെ വരുമ്പോൾ കളിക്കുമ്പോൾ അത് ജോയിൻറ്റിൻ്റെ പൊസിഷനിൽ പിടിച്ചു നിർത്തുന്ന സ്ട്രക്ചറാണ് ഈ ലിഗമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ACL എന്ന് പറയുന്നത് ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ്, അല്ലെങ്കിൽ ACL എന്ന് പറയുന്നത് ഈ പല ലിഗമെൻറ്റിലെയും ഏറ്റവും സെൻട്രലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിഗമെൻറ്റാണ് സെൻട്രലി കാണുന്നത്. അതാണ് 90% ഫുട്ബോളേഴ്സിന് സാധാരണ പോവുക. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ ACL ഇഞ്ചുറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. ഈ ACL ഇഞ്ചുറി വരുന്നത് എങ്ങനെയാണ്? പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്തതാണ്, എന്താണ് കാരണം, എങ്ങനെയാണ്? ഏറ്റവും കോമൺ റീസൺ ട്വിസ്റ്റിംഗ് ഇഞ്ചുറിയാണ്, ലാൻഡിങ്ങിൽ അല്ലെങ്കിൽ ബാഡ് ടാക്കിൾ. ഈ ഫുട്ബോൾ ഒരു സെമി കോൺടാക്ട് സ്പോർട്സാണ്. പ്ലെയേഴ്സ് തമ്മിൽ കോൺടാക്റ്റ് വരുന്ന ഒരു സ്പോർട്സാണ് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ലാൻഡിങ്ങിലും ബാഡ് ടാക്കിളിലൊക്കെ നീ എവിടെയെങ്കിലും ലോക്കായി പോയിട്ട് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഈ നടുക്കിലത്തെ ഈ ACL എന്ന് പറഞ്ഞ ലിഗമെൻറ്റ് സ്നാപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങളതിനെ ഫ്ലെക്ഷൻ വാൽഗസ് എക്സ്റ്റേണൽ റൊട്ടേഷൻ ഇഞ്ചുറി എന്ന് പറയും. അതൊരു മെഡിക്കൽ ടെർമിനോളജിയാണ്. എസെൻഷ്യലി കാല് ഒരു സൈഡിലേക്ക് പോയിട്ട് ട്വിസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ലിഗമെൻറ്റ് പോവുക. ആൻഡ് ഈ പേഷ്യൻസ് സാധാരണ ഈ ലിഗമെൻറ്റ് പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താ കാരണം വെച്ചാൽ ഇവർ പോപ്പിംഗ് സൗണ്ട് കേൾക്കും. ഒരു മെജോറിറ്റി ഓഫ് കേസ് പേഷ്യൻസ് എപ്പോഴും പറയുന്നത് പറ്റിയ ഉടനെ ഞങ്ങളൊരു ശബ്ദം കേട്ടു. അപ്പോൾ സാധാരണ അത് പേഷ്യൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, സ്കാൻ എടുക്കണതിന് മുമ്പ് തന്നെ അറിയാം ഇത് ലിഗമെന്റ് പോയിട്ടുണ്ടെന്ന്. പിന്നെയുള്ള ക്വസ്റ്റ്യൻ ഈ ACLന്റെ കൂടെ വേറെ എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അത് പിന്നെ നമ്മൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ചെയ്യും. വേറെ മെക്കാനിസം, റോഡ് ട്രാഫിക് ആക്സിഡന്റിൽ സ്ലിപ്പ് ചെയ്ത് വീണതൊക്കെ ഈ ലിഗമെന്റ് ഇഞ്ചുറി സംഭവിക്കാം. പക്ഷേ ഫുട്ബോളിൽ യൂഷ്വലി ട്വിസ്റ്റിംഗ് ഇഞ്ചുറി ഫോഴ്സ് വരുമ്പോഴാണ് ഈ ലിഗമെന്റ് പോവുക. സാധാരണ രീതിയിൽ ഇപ്പം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത് സർജറി മാത്രമാണോ, അല്ലെങ്കിൽ മെഡിസിൻ വഴി നമുക്ക് എങ്ങനെയാണ്? ഇഞ്ചുറി പറ്റിയ ഉടനെ പേഷ്യൻസ് നമ്മുടെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ലിഗമെൻറ്റ് റിപ്പയർ ചെയ്യുകയോ സർജറി ചെയ്യില്ല. നമ്മൾ ആ പെയിൻ ആൻഡ് സ്വെല്ലിങ് കുറയാനുള്ള ട്രീറ്റ്മെൻറ്റ് പേഷ്യൻറ്റിനെ കംഫർട്ടബിൾ ആക്കുക, നീ
സ്റ്റെബിലൈസ് ചെയ്യുക, അതൊക്കെയാണ് ചെയ്യുക. അതിപ്പോൾ ഐസ് കോൾഡ് പാക്ക് വയ്ക്കുക, അനാൽജസിക്സ് കൊടുക്കുക, നീക്ക് വല്ല സപ്പോർട്ട് അല്ലെങ്കിൽ ബ്രേസ് കൊടുക്കുക. എൻ്റെ പേഷ്യൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൗൺസിൽ ചെയ്യും, ഈ ഇഞ്ചുറി ഇങ്ങനെയാണ്, നിങ്ങൾക്ക് സർജറി വേണ്ടി വരും, ഫ്യൂച്ചറിൽ ഫ്യൂ വീക്സിനകത്ത് വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പേഷ്യൻറ്റ് മെൻ്റലി പ്രിപ്പയർഡ് ആക്കും ഫോർ ദി സർജറി. ഈ ലിഗമെൻറ്റ് ഇഞ്ചുറിക്ക് ട്രീറ്റ്മെൻറ്റ് സർജറി മാത്രമേ ഉള്ളൂ. അത് കെട്ടിയോണ്ടോ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ട് പൊട്ടിപ്പോയ ലിഗ്മെൻറ്റ് ഒരിക്കലും, എസ്പെഷ്യലി ആൻറ്റീരിയർ ACL, ഈ ഫുട്ബോളിന് പറ്റുന്ന ACL ടയർ ഒരിക്കലും ജോയിൻ്റ് ആവില്ല. സർജറി ചെയ്താൽ മാത്രമേ അത് നോർമൽ ആവുള്ളൂ. അതിനു മുമ്പ് ഇപ്പം ഒരു ഗ്രൗണ്ടിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പോൾ പ്ലേയേഴ്സ് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഐസ് പാക്ക് വെക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. എന്തെല്ലാം പിന്നെ നമുക്ക് അവരോട് അഡ്വൈസ് ചെയ്യാനുള്ളത്? അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, പേഷ്യൻ്റ് പലപ്പോഴും ഈ പ്ലെയേഴ്സ് വാമപ്പ് ആയിട്ട് ഹീറ്റഡ് അപ്പ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് കളിയുടെ ഇടയിൽ ചെറിയ ഇഞ്ചുറീസും പെയിനും അവർക്ക് ചിലപ്പോൾ സെൻസ് ചെയ്യില്ല. അവർ വിചാരിക്കും അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ അതിനാണ് സ്പോർട്സ് ഫിസിയോൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് അവിടെ. ആൾക്ക് ഈ പ്ലെയറിനെ എക്സാമിൻ ചെയ്തിട്ട് അത് സീരിയസ് ഇഞ്ചുറി ആണോ ഓർ വെദർ ഈ ക്യാൻ കണ്ടിന്യൂ ദ ഗെയിം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. പലപ്പോഴും പ്ലെയേഴ്സിന് പറ്റില്ല. ഇപ്പോൾ എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ഒരു പൊസിഷനിൽ കളിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ടീം മാനേജറുടെയും കോച്ചിൻ്റെയും ഇൻക്ലിനേഷൻ വിൽ ബി അവരെ കളിപ്പിക്കാമെന്നുള്ളതായിരിക്കും, ഈ എസ്പെഷ്യലി ഒരു ക്രൂഷ്യൽ മാച്ചൊക്കെ ആകുമ്പോൾ. ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഈ ഒരു ക്രൂഷ്യൽ ലിഗമെൻറ്റ് ടയറോ അല്ലെങ്കിൽ ഒരു മേജർ ലിഗമെൻറ്റ് ഗ്രേഡ് 3 ടയർ ഉണ്ടെങ്കിൽ അത് വെച്ച് കളിച്ച് കഴിഞ്ഞാൽ ഫർദർ ഇഞ്ചുറീസ് വരും. അപ്പോൾ ഇനീഷ്യലി ഇങ്ങനെ ഒരു പ്ലെയറിനെ ഇഞ്ചുറി ആയിട്ട് നമ്മൾ ഫീൽഡിൽ കാണുക എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നീ സ്പ്ലിൻറ്റ് ചെയ്യാണ്. മുട്ട് ഇളകി പോകാണ്ടിരിക്കാനും തെന്നി പോകാണ്ടിരിക്കാനും ഫർദർ ഡാമേജ് കൂടുതൽ ഇഞ്ചുറി പറ്റാണ്ടിരിക്കാനുള്ള മെത്തേഡ്സ്, പെയിൻ റിലീവ് ചെയ്യാനും ലിംബ് സ്പ്ലിൻറ്റ് ചെയ്തിട്ട് ഫർദർ ഇഞ്ചുറി പറ്റാണ്ട് നോക്കണം. എന്നിട്ട് മേജർ ഇഞ്ചുറി ആണെന്ന് വെച്ചാൽ ആൾ ഗെയിം ഫീൽഡിൽ നിന്ന് ഷിഫ്റ്റ് ഔട്ട് ചെയ്യണം. ചില പ്ലെയേഴ്സിന് പെയിൻ സെൻസിറ്റിവിറ്റി വളരെ കുറവാണ്. എസ്പെഷ്യലി അവർ കളിച്ച് വാമപ്പ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു മേജർ ഇപ്പോൾ ലിഗ്മെൻറ്റ് ടയർ ആയാലും ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും കളിക്കാൻ പറ്റിയെന്ന് വരും ഫോർ കുറച്ച് സമയം കൂടെ. അപ്പോൾ വീണ്ടും കളിച്ച് കഴിയുമ്പോൾ അവർ എഗെയിൻ ഈ മുട്ട് ഇടറി പോയി തെന്നി പോയിട്ട് വീണ്ടും വീഴുക. അപ്പോൾ ഫർദർ വേറെ അടുത്ത ലിഗ്മെൻറ്റ് പോകും. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റൻസ് ഇഷ്ടംമാതിരി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഇഞ്ചുറി പറ്റുമ്പോൾ ഈ മോസ്റ്റ് നല്ല ടീം ഫിസിയോ ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ടീം ഫിസിയോസാണ് ഗ്രൗണ്ടിൽ ഉണ്ടാവുക. ഡോക്ടേഴ്സ് അൺലെസ് അത്രയും വലിയ ടീമാണെന്നുണ്ടെങ്കിൽ ടൂർണമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ടീം ഡോക്ടർ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ടീം സ്പോർട്സ് ഫിസിയോസാണ് ഉണ്ടാവുക. അവർക്ക് ബേസിക് നോളേജ് ഉണ്ടാവും കുറച്ച്, എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഇഞ്ചുറി. അപ്പോൾ സ്ലൈറ്റസ്റ്റ് സസ്പിഷൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു കൺഫേം, ടേക്ക് ദ പേഷ്യൻ്റ് ഔട്ട്, ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അസസ് ചെയ്തിട്ടേ കളിപ്പിക്കാം. ACL സർജറിയുടെ കാര്യം പറയുമ്പോൾ എല്ലാ കേസിലും സർജറി മാത്രമാണോ? സർജറി വേണ്ടാത്ത കേസുകളുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് സർജറിയിലേക്ക് പോകുമോ? അങ്ങനെയാണെങ്കിൽ സർജറി എങ്ങനെയാണ്? ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പിൽ ലെറ്റ്സ് സേ അബൌട്ട് ഒരു 50 ഇയേഴ്സിലും താഴെ മേ ബി ഈവൻ 55 ഇയേഴ്സിലും താഴെയുള്ള ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ പ്ലെയർക്ക് ACL ഇഞ്ചുറി ഉണ്ടെങ്കിൽ അത് സർജിക്കലിയാണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നീ മുട്ടിന് തേയ്മാനം വന്നിട്ട് ആർത്രൈറ്റിക് ആയിട്ടുള്ള നീ ഒരു അബവ് 60 വേറെ അല്ലെങ്കിൽ ACL പോയി നെഗ്ലക്റ്റ് ചെയ്ത കേസ്, ACL ഇല്ലാണ്ട് ഒരു 10 വർഷം നടന്നിട്ട് മുട്ടൊക്കെ ആകെ തേയ്മാനം വന്ന് പെയിൻഫുള്ളായി സ്വൊള്ളൻ നീ ആയി, ആ ഒരു മുട്ടിന് പിന്നെ നമ്മൾ ലിഗമെൻ്റ് റീകൺസ്ട്രക്ഷൻ ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനത്തെ നെഗ്ലക്റ്റഡ് കേസ് ഓൾഡർ ഏജ് ഗ്രൂപ്പ് അധികം ഡിമാൻഡ് ഇല്ലാത്ത പേഷ്യൻസാണ്. ഇപ്പോൾ സ്പോർട്ടീവ് അല്ല, അവർക്ക് കളിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ജസ്റ്റ് ഓഫീസിൽ പോയി ഇരുന്നാൽ മതി, ഡെസ്ക് ജോബാണ്, പിന്നെ ഫിസിക്കലി അത്ര ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ കൊടുക്കാം ലിഗമെൻ്റ് റീകൺസ്ട്രക്ഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനത്തെ എക്സെപ്ഷണൽ സിറ്റുവേഷൻസിൽ അവിടെ മസിൽ സ്ട്രെങ്തനിങ്ങും പിന്നെ നീ സപ്പോർട്ടിങ് ബ്രേസിങ് എന്തെങ്കിലും കൊടുത്തിട്ട് അവർക്ക് ദേ ക്യാൻ ലീഡ് ആൻ ഓൾമോസ്റ്റ് നിയർ നോർമൽ ലൈഫ്. പക്ഷെ ഫിസിക്കലി അത്ര ആക്റ്റീവ് ആയിരിക്കാൻ പറ്റില്ല. അത്ലീറ്റ്സിൽ തന്നെ സ്ത്രീകളും ഉണ്ടാവുമല്ലോ. സ്ത്രീകൾക്ക് ACL വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നതിൽ വല്ല വാസ്തവമുണ്ടോ? ഇപ്പം ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡെയിലി ഒരു എനിക്ക് തോന്നുന്നത് 10-25 ACL ഇഞ്ചുറീസ് ഡെയിലി വരുന്നുണ്ട് ഇവിടെ OPയിൽ. ACLും അതർ ലിഗ്മെൻറ്റ് ഇഞ്ചുറീസും സ്പോർട്സ് ഇഞ്ചുറീസും. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി ഇപ്പോൾ ഇവിടുത്തെ സിനാരിയോ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ ഈ ഹോസ്പിറ്റലത്തെ
വരാന്നുണ്ടെങ്കിൽ ഒരു 75% മെയിൽസാണ്. ഗേൾസ് വരുന്നുണ്ട്, പക്ഷെ മെയിൽസിനാണ് കൂടുതൽ സംഭവിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഗേൾസ് വരുന്നത് ബേസിക്കലി ഫെൻസിങ്, ജിംനാസ്റ്റിക്സ്, അങ്ങനത്തെ ഇപ്പോൾ തലശ്ശേരിയിൽ അവരുടെ സൈഡ് സെൻറ്റേഴ്സ് ഉണ്ട്, ട്രെയിനിങ് അവിടുന്ന് വരാറുണ്ട്. ACL ഇഞ്ചുറീസും എന്താണെന്ന് വെച്ചാൽ ഫെൻസിങ്ങിൽ എപ്പോഴും നീ ബെൻഡ് പൊസിഷനിലാണ് സ്ട്രെയിൻ വരുമല്ലോ. അപ്പോൾ സ്ലിപ്പ് ചെയ്യുമ്പോഴൊക്കെ വളരെ ടാക്സിങ് ആണ് ഓൺ ദ നീ ജോയിൻറ്റ്, ഈ ഫെൻസിങ് എന്ന് പറഞ്ഞു. അപ്പോൾ അതും പിന്നെ ജിംനാസ്റ്റിക്സിലൊക്കെ ACL ഇഞ്ചുറി ആയിട്ട് ഗേൾസ് വരാറുണ്ട്. ഇപ്പോൾ പക്ഷേ ഫുട്ബോളേഴ്സും ലേഡി ഫുട്ബോളേഴ്സും വരുന്നുണ്ട് ACL ഇഞ്ചുറി ആയിട്ട്. നമുക്ക് ACL സർജറിയുടെ പ്രോസസ്സ് എന്താണെന്ന് പറയാമോ? എങ്ങനെയാണ് സർജറി? ACL സർജറി എസെൻഷ്യലി നമ്മൾ ഈ ഇഞ്ചുറി പറ്റുന്ന ഈ ലിഗമെന്റ് നമുക്ക് തിരിച്ച് റിപ്പയർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് യോജിക്കാൻ, ജോയിൻ്റ് ആക്കി റിപ്പയർ ചെയ്യാനുള്ള ചാൻസസ് വളരെ വളരെ റെയർ ഇൻസ്റ്റൻസേ ഉള്ളൂ. അങ്ങനെ ചെയ്യാൻ ടെക്നിക്കലി ഡിഫിക്കൽട്ടാണ്. പക്ഷെ ചില ഇഞ്ചുറി പറ്റിയ ഉടനെ പേഷ്യന് കിട്ടുകയെന്നുണ്ടെങ്കിൽ ആ ലിഗമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു എൻഡ് മാത്രം വിട്ട് കിടക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തിരിച്ച് ആ ആളുടെ ഒറിജിനൽ നേറ്റീവ് ലിഗമെൻറ്റ് തിരിച്ച് അതേ പൊസിഷനിൽ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അത് വളരെ എക്സെപ്ഷണൽ റയർലി ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്. പക്ഷെ മെജോറിറ്റി ഓഫ് കേസിൽ ഈ ലിഗമെൻറ്റ് ഇഞ്ചുറിയിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വേറെ പുതിയ ലിഗമെൻറ്റ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അവിടെ ജോയിൻറ്റിൽ ഫിക്സ് ചെയ്യുക ചെയ്യുന്നത്. അത് ഒറിജിനൽ ലിഗമെൻറ്റിൻ്റെ ഫങ്ഷൻ ചെയ്യും. അപ്പോൾ ഈ ACL റീകൺസ്ട്രക്ഷൻ പല ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് ചെയ്യാനായിട്ട്. ഗ്രാഫ്റ്റ് തന്നെ പല ഡിഫറെൻറ്റ് ചോയ്സസ് ഉണ്ട്. ഇപ്പോൾ മുട്ടിൻ്റെ തൊടയുടെ ബാക്കിൽ നിന്ന് ഹാംസ്ട്രിങ്സ് എടുക്കാം, അല്ലെങ്കിൽ പെറ്റലാ ടെൻഡൻ എന്ന് പറഞ്ഞ് മുട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഈ ഞരമ്പിൻ്റെ ഒരു പീസ് ഓട്ടോഗ്രാഫ്റ്റാണ് ഞാൻ പറഞ്ഞത്. പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് തന്നെ ടിഷ്യൂ എടുത്തിട്ട് ഡാമേജ് ആയിട്ടുള്ളൊരു ടിഷ്യൂ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്, ഓട്ടോഗ്രാഫ്. ആലോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അത് വേറെ ബോഡിയിൽ നിന്ന്, ഡെഡ് ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ വേറെ മരിച്ചുപോയ ആൾക്കാരുടെ ലിഗമെൻറ്റ് അല്ലെങ്കിൽ ടെൻഡൻ ഹാർവെസ്റ്റ് ചെയ്ത് കെമിക്കലി പ്രോസസ്സ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൻ്റെ ഇൻഡിക്കേഷൻസ് ഒക്കെ ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. യൂഷ്വലി നമ്മൾ സ്പോർട്സ് ഇഞ്ചുറീസിൽ ചെയ്യുന്നത് ഓട്ടോഗ്രാഫ്റ്റ് പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഫ്രണ്ടിലത്തെ ലിഗമെൻറ്റിൻ്റെ സെൻട്രൽ തേർഡ് എടുക്കും, അല്ലെങ്കിൽ കാലിൻ്റെ തൊടയുടെ ബാക്കിൽ നിന്നുള്ള ഹാംസ്ട്രിങ്സ് എടുക്കാം, അല്ലെങ്കിൽ ക്വാഡ്രിസെപ്സ് ടെൻഡൻ എടുക്കാം, ആങ്കിളിൻ്റെ അവിടെ നിന്ന് ഒരു ഗ്രാഫ്റ്റ്. അപ്പോൾ 4-5 ഗ്രാഫ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ ഗ്രാഫ്റ്റ് എടുക്കുന്ന സ്ഥലത്ത് പേഷ്യൻറ്റിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല യൂഷ്വലി. എന്താ കാരണം വെച്ചാൽ എക്സസ് ടിഷ്യൂലോടത്ത് നമ്മളൊരു ചെറിയ ബിറ്റ് ഓഫ് ടിഷ്യൂ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ഹാംസ്ട്രിങ് എടുത്തുകൊണ്ട് യൂഷ്വലി പ്രോബ്ലം ഉണ്ടാവില്ല പ്രോപ്പർലി ഹാർവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ. ഈ ടിഷ്യൂ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ നഷ്ടപ്പെട്ട ഈ ലിഗമെൻറ്റിന് പകരം ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അവിടെ വെക്കുന്നത്. ഇതൊരിക്കൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി പ്രോപ്പർലി ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ഒറിജിനൽ ലിഗമെൻറ്റിനേക്കുള്ള ഒരു 150% സ്ട്രോങ്ങർ ലിഗമെൻ്റാണ്. ഇപ്പോൾ പേഷ്യൻറ്റിന് അത്ര എളുപ്പത്തിൽ ഇത് വീണ്ടും പൊട്ടിക്കാൻ കഴിയില്ല അൺലെസ് അത്രയും സിവിയർ ഇഞ്ചുറി വരിക എന്നുണ്ടെങ്കിൽ. നോർമലി നമ്മൾ വെക്കുന്ന ലിഗ്മെൻറ്റ് ഇസ് വെരി സ്ട്രോങ്. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇത് എല്ലാം കീ ഹോൾ സർജറി ആർത്രോസ്കോപ്പിക്കലിയാണ് ചെയ്യുക, മുട്ട് തുറക്കാണ്ടിയാണ് ചെയ്യുന്നത്. ഈ ഗ്രാഫ്റ്റ് എടുക്കുന്നതും ഗ്രാഫ്റ്റ് ഫിക്സ് ചെയ്യുന്നതും എല്ലാം അതിൽ കൂടെയാണ് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി പഴയമാതിരി സ്റ്റെബിലിറ്റി കിട്ടും മുട്ടിന്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 30-35 വർഷമായിട്ട് ഇപ്പോൾ ഓൾ ഓവർ ദ വേൾഡ് ഇത് കീ ഹോൾ വഴിക്കാണ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് ഈ ആർത്രോസ്കോപ്പിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഓപ്പൺ സർജറി ആയിട്ട് ചെയ്തായിരുന്നു ഈ ഓപ്പറേഷൻ. ഇപ്പോൾ ആർത്രോസ്കോപ്പിക്കലിയാണ് ചെയ്യുന്നത്. ആർത്രോസ്കോപ്പിക്കലി ബെറ്റർ റിസൾട്ടാണ്, പേഷ്യൻറ്റും റിക്കവറി ഫാസ്റ്ററാണ്, പിന്നെ അധികം സ്കാറൊന്നും ഉണ്ടാവില്ല മുട്ടിൽ, നമ്മൾ വേറെ മസിൽസ് ഒന്നും കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അത് കാരണം പേഷ്യൻ്റെ റിക്കവറി ഈസ് ഓൾസോ ഫാസ്റ്റർ. ഈ സർജറിയും കൂടുതൽ പ്രിസൈസാണ് ആർത്രോസ്കോപ്പി എന്ന് വെച്ചാൽ അണ്ടർ മാഗ്നിഫിക്കേഷൻ വലിയ ക്യാമറ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറേ കൂടി പ്രിസിഷൻ കിട്ടും ഈ സർജറിക്ക് ആർത്രോസ്കോപ്പിക്കലി ചെയ്യും. ഫർദർ ടെക്നീക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് നമുക്ക് ഈ സർജറി കുറച്ചൊക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഇപ്പോൾ ഒരു കോമ്പാറ്റ് സ്പോർട്സ്, ഇപ്പോൾ മിക്സഡ് മാർഷൽ ആർട്ട് അല്ലെങ്കിൽ ബോക്സിങ്, റെസ്ലിംഗ്, അങ്ങനെ ഫുൾ കോൺടാക്ട് സ്പോർട്സിലൊരു പേഴ്സൺ ഇങ്ങനെ ലിഗ്മെൻറ്റ് ടയറായിട്ട് വരികയെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഗ്രാഫ്റ്റ് വേറെ ചൂസ് ചെയ്യും, കുറച്ചുകൂടി സ്ട്രോങ്ങർ ഗ്രാഫ്റ്റ് എടുക്കും, അതിൻ്റെ ഫിക്സേഷൻ മെത്തേഡ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഈ ലിഗമെൻറ്റിന് തന്നെ ബാക്കപ്പായിട്ട് വേറെ എക്സ്ട്രാ ലിഗമെൻറ്റ് കൊടുക്കും. അതൊക്കെ ടെക്നിക്കൽ വേരിയേഷൻസ് ആണ്. അത് നമ്മൾ പേഷ്യൻറ്റിനെ കണ്ടിട്ട് ആളുടെ പ്ലെയറിനെ കണ്ടിട്ട് ആളുടെ ഡിമാൻഡ്സ് നോക്കിയിട്ട്
അതനുസരിച്ചിട്ട് നമ്മൾ ടൈലർ ചെയ്തിട്ട് ചെയ്യുന്നത്. എല്ലാ ലിഗ്മെന്റ് റീകൺസ്ട്രക്ഷൻ സർജറി ഒരേപോലെ ആയിരിക്കില്ല, നമ്മൾ ഡിമാൻഡ് നോക്കിയിട്ട്. അപ്പോൾ എസ്പെഷ്യലി ഹേർഡ്ലേഴ്സ് വരികയാണ് അല്ലെങ്കിൽ ഹൈ ജമ്പേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കഴിയുന്ന ഹാംസ്ട്രിങ് ഗ്രാഫ്റ്റ് എടുക്കില്ല. എന്താ കാരണം വെച്ചാൽ അവർക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അത് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം നമ്മൾ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാറുണ്ട്. നമ്മൾ ഇറ്റ്സ് നോട്ട് എല്ലാ ACL സർജറി ഒരേപോലെയല്ല. നേരത്തെ സാർ പറഞ്ഞല്ലോ ഇപ്പം ഇതെല്ലാം ഇപ്പം ഹാംസ്ട്രിങ് ആണെങ്കിലും നമ്മൾ സെൽഫായിട്ട് തന്നെ എടുക്കുന്നു എന്ന് പറഞ്ഞു ACLന്. ഏത് സാഹചര്യത്തിലാണ് നമ്മൾ വേറൊരു ബോഡിയിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ സ്വീകരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്? ഏത് കണ്ടീഷനിലാണ്? ഈ അലോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യണം, വേറെ ബോഡിയിൽ നിന്ന് എടുക്കുന്നത് യൂഷ്വലി കഡാവർ എന്നാണ്. മരിച്ചുപോയ ആൾക്കാരുടെ ടിഷ്യൂ ബാങ്ക്സ് ഉണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരുണ്ട്, ബോംബെയിലുണ്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ ഐ തിങ്ക് ട്രിവാൻഡ്രത്ത് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? കേരളത്തിൽ ട്രിവാൻഡ്രത്താണ്. അതെ. അപ്പോൾ ഈ ടിഷ്യൂ ബാങ്ക്സ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള മരിച്ചു പോയിട്ടുള്ള ആൾക്കാർ, വേറെ ഡിസീസൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ സ്ക്രീൻ ചെയ്തിട്ട് ഹെൽത്തി ടിഷ്യൂന്ന് സിമിലർ ടിഷ്യൂസ്, അതിപ്പോൾ ലിഗമെന്റ് മാത്രമല്ല ബോഡിയിലത്തെ എല്ലാ ടിഷ്യൂസും ഫ്രീസ് ചെയ്തിട്ട് ക്രയോ ഫ്രീസ് ചെയ്തിട്ട് അവർ അതിന് റിയാക്ഷൻ ഇല്ലാത്ത രീതിയിലാക്കിയിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് അവർ പാക്ക് ചെയ്ത് വയ്ക്കും. പിന്നെ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഇങ്ങനൊരു ലിഗമെന്റ് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്തിട്ട് അത് വരുത്തിയിട്ട് ചെയ്യാം. അതിന് ഒരുപാട് പേപ്പർ വർക്ക് ഒക്കെ ഡോക്യുമെന്റേഷൻ ഉണ്ട്. പേഷ്യൻറ്റും ഈ റിസ്ക് അക്സെപ്റ്റ് ചെയ്യണം. വേറൊരു ആളുടെ ബോഡിയിൽ നിന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ് ടിഷ്യൂ എന്നൊക്കെ പറയുന്നത്. ഇത് ചെയ്യണത് പേഷ്യൻ്റ് ഈ ലിഗമെന്റ് ഇഞ്ചുറി കഴിഞ്ഞിട്ട് മൾട്ടിപ്പിൾ ടൈംസ് ഇഞ്ചുറി ആയിട്ട് വരികയെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആയി, നമ്മൾ ഓട്ടോഗ്രാഫ്റ്റ് എടുത്തു 2 പ്രാവശ്യം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ 4-5 ലിഗമെന്റ് ഒരുമിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് പേഷ്യൻ്റെ ബോഡിയിൽ നിന്ന് എത്ര ഗ്രാഫ്റ്റ് എടുക്കാൻ പറ്റുന്നു. ഇപ്പോൾ മൾട്ടി ലിഗമെൻറ്റസ് ഒരുപാട് ലിഗമെൻറ്റ് പോയിട്ടുണ്ട്, നമുക്ക് സഫീഷ്യൻറ്റ് ഗ്രാഫ്റ്റ് പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് തന്നെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ സെയിം ലിഗമെൻറ്റ് 3-ാമത്തെ 4-ാമത്തെ പ്രാവശ്യമൊക്കെ പൊട്ടിച്ചിവിടെ പ്ലേയേഴ്സ് വരാണ്, പോയി കളിക്കും, വീണ്ടും ബ്രേക്ക് ചെയ്യും, രണ്ടാമതും വരും. അങ്ങനെ ഫൈനലി നമ്മൾ എക്സോസ്റ്റഡ് ആണ്, നമ്മുടെ ലിഗമെൻറ്റ് ഇല്ല വെക്കാനായിട്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അലോഗ്രാഫ്റ്റ് ഓപ്ഷൻ കൊടുക്കും. പിന്നെ ഇപ്പോൾ സിന്തറ്റിക് ഗ്രാഫ്റ്റും വരുന്നുണ്ട്, അതർ ദാൻ അലോഗ്രാഫ്റ്റ്. ഈ പോളിസ്റ്റർ കൈൻഡ് ഓഫ് മെറ്റീരിയലിൽ വിച്ച് ഇസ് ബയോ കമ്പാറ്റബിൾ, പേഷ്യൻ്റ് റിയാക്ഷനിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സിന്തറ്റിക് ഗ്രാഫ്റ്റും കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇതൊക്കെ, പക്ഷേ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്, അത് അറിഞ്ഞിരിക്കുന്നതല്ല. അല്ല, അപ്പോൾ ഈ സിന്തറ്റിക് ഗ്രാഫ്റ്റിന് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല? ഈ സിന്തറ്റിക് ഗ്രാഫ്റ്റ് ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡ് UK എന്ന് വരുന്നതാണ്, ലീഡ്സ് നിന്ന്. അത് അത്യാവശ്യം നമ്പേഴ്സ് ഇപ്പോൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഐ തിങ്ക് ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ഇതുവരെ പേഷ്യൻസിന് വലിയ പ്രോബ്ലം ഒന്നും കണ്ടിട്ടില്ല. ഇതിപ്പോൾ മാർക്കറ്റിൽ ഓരോ പുതിയ റിസർച്ച് പ്രോഡക്ട്സ് വരുന്ന മാതിരിയാണ്. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ലിഗമെൻറ്റ്സ് ഒരുപാട് ലിഗമെൻറ്റ് പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് ലിഗമെൻറ്റ് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് ഒരേ പ്ലെയർക്ക് തന്നെ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഓപ്ഷൻ കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ അത് വളരെ സ്ട്രോങ് ആണത്, ഈ സിന്തറ്റിക് ലിഗമെൻറ്റ്. അത് പക്ഷേ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ വയ്ക്കുമ്പോൾ വളരെ റെയർലി ചിലവർക്ക് ചെറിയ റിയാക്ഷനൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ റിലേറ്റീവ്ലി അവർക്ക് റിട്ടേൺ ടു സ്പോർട്സ് സ്ലൈറ്റ്ലി ഏർലിയർ ആണ് ഇത് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇത്രയും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞതിൽ ഇപ്പം ACL സർജറി കഴിഞ്ഞാൽ ബാക്ക് ടു ഗ്രൗണ്ട് എത്ര വീക്ക് കൊണ്ടാണ്, എത്ര മന്ത് കൊണ്ടാണ്? കറൻ്റ്ലി വേൾഡ് ഓവർ ആക്സെപ്റ്റഡ് നോം എന്താണെന്ന് വെച്ചാൽ ACL റീകൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ ഒരു 10 months കഴിയുമ്പോൾ ദേ ക്യാൻ സ്റ്റാർട്ട് പ്രാക്ടീസിങ് സ്പോർട്സ്. പക്ഷേ റിട്ടേൺ ടു സ്പോർട്സ് അവരുടെ പ്രീ ഇഞ്ചുറി പെർഫോമൻസ് ലെവലിലേക്ക് എത്തണമെങ്കിൽ, അവർക്ക് ഇഞ്ചുറിക്ക് മുമ്പുണ്ടായിരുന്ന പെർഫോമൻസ് ലെവലിലേക്ക് എത്തണമെങ്കിൽ ഇറ്റ് മേ ടേക്ക് അപ് ടു എ ഇയർ. മനസ്സിലായോ? പക്ഷെ പല സ്പോർട്സ് സെൻറ്റേഴ്സിലും പല ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സിലും അവർ ഇപ്പോൾ ഈ സ്പോർട്സ് ഇഞ്ചുറീസ് ബിക്കം എ വെരി ലൂക്രേറ്റീവ് തിങ്. ഒരുപാട് പണ്ട് വളരെ കുറച്ച് ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം കേരളത്തിൽ 2 പേരെ സ്കോപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ദർ ആർ സർട്ടൻ സെൻറ്റേഴ്സ് അവർ ക്ലെയിം ചെയ്യും 6 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ കളിപ്പിച്ച് തരാം, നിങ്ങൾക്ക് 5 മാസം കൊണ്ട് കളിപ്പിക്കാം. പക്ഷേ ഡോണ്ട് ഫോൾ ഫോർ ദിസ് ഫാൾസ് ക്ലെയിംസ്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എത്ര നല്ല ഗ്രാഫ്റ്റ് വെച്ചാലും എത്ര സ്ട്രോങ് ഗ്രാഫ്റ്റ് വെച്ചാലും ബോഡിക്ക് അത് ഹീൽ ചെയ്യാനായിട്ടൊരു ടൈം ഉണ്ട്, അത് നമുക്ക് ആക്സലറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഒരു അൺസ്റ്റേബിൾ ജോയിൻറ്റിനെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് കളിക്കുന്ന ഒരു കണ്ടീഷനാക്കി കൊണ്ടുവരാനൊരു ടൈം സ്പാൻ ഉണ്ട്, അത് നമുക്ക് ഷോർട്ടൻ ചെയ്യാൻ പറ്റില്ല. ഈ കളിക്കാൻ 10 months എന്ന് പറഞ്ഞാൽ പ്ലെയർക്ക് സർജറി കഴിഞ്ഞാൽ യൂഷ്വലി നെക്സ്റ്റ് ഡേ നടത്തിക്കും നമ്മൾ. വിത്തിൻ 6 weeks he can start driving, within 2 months he can start
ജോഗിങ്, സൈക്ലിംഗ്, സ്വിമ്മിങ്. പക്ഷെ സ്പോർട്സിലേക്ക് റിട്ടേൺ ടു സ്പോർട്സ് ആയാൽ മതി, ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ, വോളിബോൾ. അതിനാണ് ഞാൻ പറഞ്ഞത് 10 months or a year എടുക്കും. അതിന് സ്റ്റേജ് വൈസ് ആയിട്ട് ഒരു റീഹാബ് പ്രോട്ടോകോൾ ഉണ്ട്. ഫസ്റ്റ് മന്തിൽ എന്ത് ചെയ്യണം, സെക്കൻഡ് വീക്കിൽ എന്ത് ചെയ്യണം, തേർഡ് വീക്കിൽ എന്ത് ചെയ്യണം, അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്ത് പോകാൻ. ഫൈനലി ബിഫോർ റിട്ടേൺ ടു സ്പോർട്സ് ദേ വിൽ ബി പുട്ട് ത്രൂ ആ സ്പോർട്സ് സ്പെസിഫിക് ആയിട്ട് റീഹാബിലിറ്റേഷൻ എക്സസൈസ് ഉണ്ട്. ഇപ്പോൾ ഫുട്ബോൾ ആണെന്ന് ടു പ്ലേ ഫുട്ബോൾ, അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവരെ ആക്ച്വലി ഫീൽഡിലേക്ക് ഇറക്കുള്ളൂ. ഇവിടാണ് ഫിസിയോതെറാപ്പിയുടെ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ റോള് വരുന്നത്. അപ്പോൾ ആ ഒരു 1 month കഴിയുമ്പോഴേക്കും ഫിസിയോയിലേക്ക് വരും. ഫിസിയോ വി സ്റ്റാർട്ട് ഫ്രം ഡേ വൺ. സർജറി കഴിഞ്ഞ് ഫസ്റ്റ് ഡേ, നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് വി സ്റ്റാർട്ട് സ്മോൾ ചെറിയ ചെറിയ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും. പേഷ്യന്റിനെ ഒരിക്കലും ബെഡിൽ കിടത്തില്ല. വിൽ മേക്ക് ദം വാക്ക് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സർജറി. ബെഡിൽ പേഷ്യന്റ് കിടത്തി കഴിഞ്ഞാൽ ദേ ബിക്കം വെരി വീക്ക്, മസിലൊക്കെ പോകും. വി ട്രൈ ടു മൊബിലൈസ് ദം ആസ് ഏർലി ആസ് പോസിബിൾ. ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ട്, അതല്ലാതെ മറ്റ് സ്പോർട്സ് ഇപ്പോൾ നോർത്ത് മലബാറിൽ തന്നെ ഷട്ടിലുണ്ട്, വോളിബോൾ ഉണ്ട്. അപ്പോൾ അതെല്ലാം വരുന്നത് ഒരു ഷോൾഡർ ഇഞ്ചുറീസിലേക്കാണ്. അങ്ങനെ വരുന്ന ഇഞ്ചുറീസ്, കോമൺ ഇഞ്ചുറീസ് എന്തെല്ലാം? ഷോൾഡറിൽ കോമണസ്റ്റ് ഇഞ്ചുറി നമ്മൾ ഈ ഓവർ ഹെഡ് ഗെയിംസിലാണ്, എസ്പെഷ്യലി റാക്കറ്റ് ഗെയിംസ്, വോളിബോള്, ബാഡ്മിൻ്റൺ, ഷട്ടിൽ, ക്രിക്കറ്റ്. എസ്പെഷ്യലി ഇപ്പോൾ വയനാട് KCAയുടെ ടീം എപ്പോഴും ഉണ്ടാവും, അവിടുന്ന് കുറേ പ്ലേയേഴ്സ് വരാറുണ്ട്. ബൗളേഴ്സ്, ഈ ത്രോയിങ് മൂവ്മെന്റ്സിൽ അതിൽ ഷോൾഡർ ഇഞ്ചുറീസ് ആർ വെരി കോമൺ. ഈ ഷോൾഡറിൽ നമ്മൾ കോമൺലി കാണുന്ന ഇഞ്ചുറീസ് ഒന്ന് ഡിസ്ലൊക്കേഷനാണ്. ഷോൾഡർ ജോയിന്റ് കുഴ തെന്നി പൂവ തെന്നി മാറാന്ന് പറയുന്നത്. ഡിസ്ലൊക്കേഷൻ ഒരു അക്യൂട്ട് ഇഞ്ചുറിയാണ്. അത് നമുക്ക് തിരിച്ച് പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ പ്രൊഫഷണൽ പ്ലേയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറേ ഡാമേജസ് ഉണ്ടാവും ഡിസ്ലൊക്കേഷനുണ്ടാവും. ഷോൾഡറിൻ്റെ ചുറ്റുള്ള ക്യാപ്സ്യൂള്, ലേബ്രം, അങ്ങനെ കുറേ ടിഷ്യൂസ് ഉണ്ട്, അത് ഡാമേജ് ആവും. അതുണ്ടെങ്കിൽ എസ്പെഷ്യലി കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ കീ ഹോൾ സർജറി ചെയ്ത് റിപ്പയർ ചെയ്യണം. പിന്നെ സ്ലാപ്പ് എന്ന് പറഞ്ഞൊരു ഇഞ്ചുറി ഉണ്ട്, സുപ്പീരിയർ ലേബ്രൽ ടയർ. അത് യൂഷ്വലി ത്രോ ചെയ്യുന്ന അത്ലീറ്റ്സിനാണ് വരിക. കളിക്കാത്ത ഒരാൾക്ക് ഈ ഇഞ്ചുറി അവർ റിയലൈസ് ചെയ്യില്ല, അവർക്കൊരു ഡിസബിലിറ്റി ഉണ്ടാവില്ല. എന്തെങ്കിലും എടുത്തിട്ട് എറിയാൻ നോക്കുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവാതെ പ്രോബ്ലം ഉണ്ടെന്ന്. എസ്പെഷ്യലി ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈവൻ ടെന്നീസ് കളിക്കുന്ന ആൾക്കാരായ സ്ലാപ്പ് ഇഞ്ചുറി ഉണ്ടെങ്കിൽ നമ്മളത് കീ ഹോൾ സർജറി ഉപയോഗിച്ചിട്ട് റിപ്പയർ ചെയ്യും. അതാണ് കോമൺ ആയിട്ട് ഷോൾഡറിൽ കാണുന്നത്. ഡിസ്ലൊക്കേഷനും ലേബ്രൽ ടയർ. ലേബ്രൽ ടയർ എന്ന് പറഞ്ഞാൽ ജോയിന്റിന്റെ ഉള്ളിൽ ഒരു റിംഗ് ഉണ്ട്, അതിന് വരുന്ന ടയർ ഇഞ്ചുറിയാണ്. ഇപ്പൊ നമ്മൾ ഷോൾഡറിന്റെ പറഞ്ഞതുപോലെ തന്നെ കാലിലേക്ക് തന്നെ വരുമ്പോൾ ഇപ്പൊ ഫുട്ബോൾ, ഇപ്പൊ വേൾഡ് കപ്പ് ഒക്കെ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ ഭയങ്കരമായ ഒരു ഫോൾ ഗെയിം ഒക്കെ കാണുന്നുണ്ടല്ലോ. മിക്കവാറും ആളുകൾ കാലിനിട്ടിട്ട് നന്നായി ചവിട്ടുന്ന ഒരു സീൻ കാണാം. അപ്പൊ ഈ ആംഗിളിൽ വരുന്ന പരിക്കുകൾ എന്തെല്ലാം? ആങ്കിൾ ഇഞ്ചുറീസ് ആക്ച്വലി കംസ് സെക്കൻഡ് ടു നീ ഇഞ്ചുറി. ഈ ആങ്കിൾ 90% ഓഫ് ടൈം ഇഞ്ചുറി പറ്റുന്നത് ട്വിസ്റ്റ് ചെയ്യുമ്പോഴാണ്, പടം മറിയാന്നൊക്കെ പറയുന്നത്. പടം മറിയ, അതാണ് 90%. എപ്പോഴും ഈ ഡയറക്ഷനിലാണ് പടം മറിയ, ആങ്കിൾ സൈഡിലേക്ക് ഇങ്ങനെ. അപ്പോൾ ഈ ആങ്കിളിന്റെ സൈഡിൽ ഈ നീയുടെ പോലെ ഇങ്ങനെ കുറേ ലിഗമെന്റ്സ് ഉണ്ട്. ഇത് നീയാണ്, പക്ഷെ സിമിലർ ലിഗമെന്റ്സ് ഈ ടൈ ഡൗൺ ചെയ്യണ കുറേ ബാൻഡ്സ്, ഞരമ്പുകൾ ആങ്കിളിന്റെ ചുറ്റും സൈഡിലും ഉണ്ട്. 2 സൈഡിലുണ്ട്, ബാക്കിലുണ്ട്, ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഈ ഔട്ടർ സൈഡിലുള്ള ATFL എന്ന് പറഞ്ഞ ലിഗമെന്റ് ആണ് കോമൺലി ടയർ ചെയ്യുക. ഈ ആങ്കിൾ ഇഞ്ചുറി ഫുട്ബോളിൽ സാധാരണ ഫുട്ട് എവിടെയെങ്കിലും ബ്ലോക്കായി പോവുക, എന്നിട്ട് റെസ്റ്റ് ഓഫ് ദ ബോഡി വെയിറ്റ് അതിലേക്ക് വീഴുക, അപ്പോൾ ആങ്കിൾ ട്വിസ്റ്റ് ആവും. അങ്ങനെയാണ് വരിക. ഈ ആങ്കിൾ ഇഞ്ചുറി ആക്ച്വലി ലിഗമെന്റ് ഇഞ്ചുറി വളരെ സീരിയസ് ഇഞ്ചുറിയാണ്. അത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് പേഷ്യൻറ്റിന് ഫീൽഡിൽ നിന്ന് മാറ്റി സ്പ്ലിൻറ്റ് ചെയ്ത് ഐസ് വെച്ച് പെയിനും സ്വെല്ലിങ് കുറഞ്ഞതിന് ശേഷം സ്കാൻ ചെയ്ത് ഗ്രേഡ് 3 ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ ലിഗമെന്റ് റിപ്പയർ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റർ കാസ്റ്റിലോ അല്ലെങ്കിൽ സ്പ്ലിൻറ്റിൽ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ പ്രോപ്പർ ഫിസിയോ ചെയ്തിട്ട് ചെയ്യണം. പക്ഷെ എപ്പോഴും ഈ ആങ്കിൾ ട്വിസ്റ്റിംഗ് ഇഞ്ചുറിയിൽ എപ്പോഴും എക്സ്റേ എടുത്ത് നോക്കുക, സ്കാൻ ചെയ്ത് നോക്കണം. പല ഹിഡൻ ഇഞ്ചുറീസ് ഉണ്ടാവാറുണ്ട് ആങ്കിളിൽ, അത് നമ്മൾ റിയലൈസ് ചെയ്യില്ല. അത് കാല് ഉളുക്കിയതാന്ന് പറഞ്ഞിട്ട് കൊണ്ടുനടക്കും. ഈ ബോണിനകത്ത് ചിലപ്പോൾ ചതവുണ്ടാവും, ചിലപ്പോൾ ബോണിൻ്റെ ഫ്രാക്ചർ ഉണ്ടാവും. അതൊക്കെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ, ആങ്കിളിൽ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം പോയിട്ട് ആൾക്ക് ശരിക്കും നടക്കാൻ കഴിയില്ല പിന്നെ. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് കൺസർവേറ്റീവ്ലി മാനേജ് ചെയ്യാം. ഈ ACL പോലെ എവറി കേസിന് നമുക്ക് സർജറി വേണ്ടി വരില്ല. ഒരു 75% ആങ്കിൾ ഇഞ്ചുറീസ് നമുക്ക് റെസ്റ്റും സ്പ്ലിൻറ്റും ഫിസിയോണ്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റും. പല ഇഞ്ചുറീസും പ്ലേയേഴ്സ് തന്നെ അത് സീരിയസ് ആയി കാണില്ല, പിന്നീട് അത് കോംപ്ലിക്കേറ്റഡ് ആവുന്നത് ഏത് കണ്ടീഷനിൽ അവരത് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ? ഈ
ലിഗമെന്റ് ഇഞ്ചുറി എന്ന് പറയുന്നത് പേഷ്യൻ്റ് സാധാരണ നെഗ്ലക്റ്റ് ചെയ്യില്ല. എന്താ കാരണം വെച്ചാൽ ഇത് അവരെ എഫക്റ്റ് ചെയ്യും. അവരുടെ നടത്തത്തിലും അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിലും അവർക്ക് അറിയാം ഈ ലിഗമെന്റ് പോയിട്ടുണ്ടെങ്കിൽ മുട്ടിന് പ്രശ്നമുണ്ട്, മുട്ട് സ്റ്റേബിൾ അല്ല, ഇപ്പോൾ നടക്കുമ്പോൾ ഒരു ഭയം ഉണ്ടാവും, തെന്നി പോവുമെന്ന്. അപ്പോൾ ആ ഒരു ഇഞ്ചുറി സാധാരണ ഒരു നെഗ്ലക്ട് ഫേസിലേക്ക് പോകാറില്ല. മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് ട്രീറ്റ്മെൻറ്റ് സീക്ക് ചെയ്യും, ദേ വിൽ കം ഫോർ ട്രീറ്റ്മെൻറ്റ്. ചെറിയ ഇഞ്ചുറീസ് ഉണ്ട്. ഇപ്പോൾ കാർട്ടിലേജ് ഇഞ്ചുറി, ഇതിൻ്റെ ഉള്ളിൽ 2 വാഷർ ഉണ്ട്, മെനിസ്കസ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ കണ്ടോ. അപ്പോൾ ഇതാണ് മെനിസ്കസ് എന്ന് പറയുന്നത്. 2 റിങ്സ് ആണ്, ഷോക്ക് അബ്സോർബർ പോലെ ജോയിൻറ്റിനകത്ത്. എല്ലാ ജോയിൻറ്റ്സ്, ബോഡിയിലെ എല്ലാ ജോയിൻറ്റ്സിനകത്തുള്ളതാണ്. ഈ മെനിസ്കസ് സ്റ്റെയർ അല്ലെങ്കിൽ കാർട്ടിലേജ്, ഈ ബോണിൻ്റെ സ്മൂത്ത് സർഫേസ് ഉണ്ട് മെനിസിൻ്റെ ഭാഗം, അതിലൊരു ലൈനിങ് ആണ് ആർട്ടിക്കുലർ കാർട്ടിലേജ്. ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ഓറഞ്ച് പീൽ ചെയ്യുന്ന മാതിരി ചിലപ്പോൾ ഇങ്ങനെ നടന്നു പോകും ഇഞ്ചുറിയിൽ. ഇതൊന്നും പെട്ടെന്ന് എക്സ്റേയിലോ MRIയിലോ ചിലപ്പോൾ മിസ് ചെയ്തു എന്ന് വരും, ഇങ്ങനത്തെ മൈനർ ഇഞ്ചുറീസ്. ഇത് ട്രീറ്റ്മെൻറ്റ് എടുക്കാണ്ട് അവർ കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജോയിൻറ്റിന് തേയ്മാനം വരും, ജോയിൻറ്റിൻ്റെ ഫർദർ കാർട്ടിലേജ് പോകും, പിന്നെ ഈ മെനിസ്കസ് സ്റ്റെയർ എക്സ്റ്റെൻഡ് ചെയ്യും, മറ്റേ സൈഡിലത്തെ വാഷർ പോകും, ഇങ്ങനെയൊക്കെ വരും. അത് ആ ഒരു സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ തിരിച്ച് പഴയ കണ്ടീഷനാക്കി എടുക്കാൻ ഡിഫിക്കൽട്ടാണ് ചെയ്യുന്നത്. വലിയ പ്ലെയേഴ്സിൻ്റെ ഒക്കെ കേസുകൾ സാറിന് അങ്ങനെ ഒരു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനുണ്ടോ? സാർ ചെയ്ത കേസിൽ എന്തെങ്കിലും അങ്ങനെ സീരിയസ് ഇഞ്ചുറീസ് വന്നിട്ട് ട്രീറ്റ് ചെയ്ത? ഇനിഷ്യലി വന്നിട്ടുള്ള മേജർ, ഇപ്പോൾ ജനറൽ പബ്ലിക്കിന് പറഞ്ഞ പേര് മനസ്സിലാവുന്ന ആൾക്കാർ, അവരുടെ പീക്ക് ഓഫ് കരിയറിൽ വന്നിട്ടുള്ള ആൾക്കാർ, ഒന്ന് IM വിജയൻ, ജോ പോൾ അഞ്ചേരി, പാപ്പച്ചൻ, അന്നത്തെ ഫുട്ബോൾ പ്ലേയേഴ്സാണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് 1998-99 ആ സമയത്ത്. ഇവർക്കൊക്കെ ഇഞ്ചുറി കളിക്കുമ്പോൾ പറ്റിയിട്ട് ഇവരൊക്കെ വന്ന് സർജറി ചെയ്ത് പോയിട്ടുണ്ട്. PT ഉഷയുടെ 2 നീ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് അത്ലീറ്റ്സ് വരാറുണ്ട്, ജാബിർ, പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ വരാറുണ്ട് സർജറിക്ക്. പിന്നെ കുറേ പവർ ലിഫ്റ്റേഴ്സ്, വെയിറ്റ് ലിഫ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നാഷണൽ ലെവലിലുള്ള ഒരുപാട് പ്ലെയേഴ്സ് ഇവിടെ വന്ന് സർജറി ചെയ്തു. എല്ലാവർക്കും ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആണ്. ഇതിനകത്ത് ഒരു സ്ട്രേഞ്ച് ഒരു ഇൻസിഡൻറ്റ് പറയാമെന്നുണ്ടെങ്കിൽ IM വിജയൻ്റെ കാര്യമാണ്. ആള് സന്തോഷ് ട്രോഫിയുടെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ആൾക്ക് ഈ ഇഞ്ചുറി. ഒരു പ്രാവശ്യം ഈസ്റ്റ് ബംഗാളിൽ കളിക്കുമ്പോൾ നീ ലോക്ക്ഡൗണിൻ്റെ അടുത്ത് വന്നിരുന്നു. അതിന് മുമ്പ് സന്തോഷ് ട്രോഫിയുടെ സമയത്ത് തൃശ്ശൂർ ആളുടെ വീടിൻ്റെ അടുത്ത് വെച്ചാണ് ഈ സന്തോഷ് ട്രോഫി നടക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് മൂപ്പർക്ക് നീ ലോക്കായിപ്പോയി. അപ്പോൾ ആള് എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ സർജറി വേണ്ടി വരും. അപ്പോൾ മെനിസ്കൽ ടയർ ആയിരുന്നു, ഈ വാഷർ പോയതാ, ലിഗമെൻ്റ് അല്ല. അപ്പോൾ ഇത് ചെയ്ത് ആൾ നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ആയി പോയി. ഞാൻ പറഞ്ഞു 12 ദിവസം കഴിയുമ്പോൾ സ്റ്റിച്ച് എടുക്കാൻ വരണമെന്ന് പറഞ്ഞു. ആൾ പോയി സ്റ്റിച്ച് എടുക്കുന്നതിന് മുമ്പ് പോയി ക്വാർട്ടർ ഫൈനൽസ് കളിച്ചു, ആരോടും പറയാണ്ട്. ഈ സ്കോർഡ് എ ഗോൾ എഗെയിൻസ്റ്റ് കർണാടക സ്റ്റേറ്റ്. എസെൻഷ്യലി ചെയ്യാൻ പാടില്ലായിരുന്നു അത്, പക്ഷേ ആൾ കളിച്ച്. അങ്ങനെ പല ഇൻസ്റ്റൻസ് ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ പലപ്പോഴും പ്ലേയേഴ്സ് എപ്പോഴും കംപ്ലൈൻ്റ് ആയിരിക്കുന്നില്ല, നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് എപ്പോഴും ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ ലേറ്റർ ഓൺ IM വിജയന് പിന്നെ വേറെ ഇഞ്ചുറീസ് ഒക്കെ വന്ന് സർജറി ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ആള് നല്ല പറഞ്ഞൊക്കെ കേട്ടിട്ട് പ്രോപ്പർലി എല്ലാം ചെയ്തിട്ട് ആ ഒരു ഇൻസ്റ്റൻസിൽ ആൾക്ക് വാശിയായിരുന്നു. തൃശ്ശൂർ കളിക്കണം, ആളുടെ വീടിന്റെ അടുത്താണ് ടൂർണമെന്റ് നടക്കുന്നത്. അതെ, അങ്ങനെ പോയി കളിച്ചതാണ് ഉണ്ടായത്. പക്ഷേ യൂഷ്വലി നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആണ് പേഷ്യൻസ്, ഈ പ്ലെയേഴ്സിൻ്റെ അടുത്ത് എസ്പെഷ്യലി. എന്താ വെച്ചാൽ അവരുടെ കോംപ്ലയൻസ് കുറവാണ്. നമ്മൾ പറഞ്ഞ അഡ്വൈസ് എപ്പോഴും കേട്ടു എന്ന് വരില്ല. അപ്പോൾ അവർ മോണിറ്റർ ചെയ്യണം അവർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാർ എന്ത് ചെയ്തു? അത് സ്റ്റിച്ച് എടുക്കാൻ ടൂർണമെന്റ് കഴിഞ്ഞിട്ട് ആൾ വന്നു, ലോങ് ടൈം ബാക്ക്. പിന്നെ PT ഉഷ സ്കൂളിലുള്ള അറ്റ്ലീസ്റ്റ് ടിൻറ്റു അങ്ങനത്തെവരൊക്കെ എല്ലാവരും എന്ത് ഇഞ്ചുറീസ് ഉണ്ടെങ്കിലും ഇവിടെ വരാറുണ്ട്. അപ്പോൾ PT ഉഷയെ പോലുള്ള അത്ലീറ്റ്സിനൊക്കെ നമുക്ക് അത്ര വലിയ ഇത് വരുമോ മുട്ടിനൊക്കെ? PT ഉഷയ്ക്ക് ആക്ച്വലി ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ആൾ ഓടുമ്പോൾ ആൾക്ക് ഒരു മുട്ടിൽ ലിഗമെന്റ് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാനല്ല, ആ സമയത്ത് വേറെ ഒരു ഡോക്ടറാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അന്ന് ലിഗമെന്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ആൾക്ക് ആ ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ റണ്ണിങ്ങിൽ പലപ്പോഴും ലിഗമെന്റിന് വലിയ ഇഷ്യൂ വരില്ല, സഡൻ ചേഞ്ച് ഓഫ് ഡയറക്ഷൻ വരുമ്പോഴാണല്ലോ. അപ്പോൾ അത് കാരണമാണ് ദാറ്റ്സ് റീസൺ വൈ ഷീ റാൻ. അതുകൊണ്ട് ആ ലിഗമെന്റ് ഞാൻ പിന്നീട് ഇതൊക്കെ ടൂർണമെന്റ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ഞാൻ ലിഗമെന്റ് റീകൺസ്ട്രക്ഷൻ ചെയ്തത് PT ഉഷ.
അപ്പോൾ അറിയായിരുന്നു ഈ ലിഗ്മെൻ്റ് ഇല്ല, അത് വെച്ചിട്ട്. പക്ഷെ പുറമേ ആർക്കും അറിയില്ലായിരുന്നു അതാണ് ലിഗ്മെൻ്റ് ഇല്ലാണ്ട് ഓടിയത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ആർത്രോസ്കോപ്പി സർജറി മുതലെല്ലാം പറഞ്ഞു. ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിലേക്ക് സ്പോർട്സ് ഇഞ്ചുറീസ് കടന്നിട്ടുണ്ടോ? ഇപ്പോൾ റീസെൻറ്റ് അഡ്വാൻസസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ചില പുതിയ ടെക്നിക്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ടിഷ്യൂ റീജനറേറ്റ് ചെയ്യാനുള്ള അറ്റംപ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന് ഡാമേജ് ആയിട്ടുള്ള ടിഷ്യൂ റീപ്ലേസ് ചെയ്യുക, വേറെ ടിഷ്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. ഇപ്പോൾ ബോഡിയുടെ ടിഷ്യൂ തന്നെ നമ്മൾ കൾച്ചർ ചെയ്തിട്ട് പേഷ്യൻറ്റിൻ്റെ സെൽസ് തന്നെ ലാബിൽ കൾച്ചർ ചെയ്തിട്ട് അത് വീണ്ടും പഴയ സ്ഥാനത്തേക്ക് വി ആർ അറ്റംപ്റ്റിംഗ് ടു റീഗ്രോ. ഒരു സാധനം ഡാമേജ് ചെയ്ത് പേഷ്യൻ്റെ ബോഡിയിൽ തന്നെ രണ്ടാമത് റീഗ്രോ ചെയ്ത് കൊണ്ടുവന്നിട്ട് നേറ്റീവ് ടിഷ്യൂ ആക്കി എടുക്കാനുള്ള അങ്ങനെ കുറേ അറ്റംപ്റ്റ്സ്, അതൊക്കെ ബയോളജിക്സ് എന്ന് പറയും. എന്താ കാര്യം വെച്ചാൽ ഇഞ്ചുറിയിൽ ലിഗ്മെൻറ്റ് ഇഞ്ചുറി പറ്റുമ്പോൾ നമുക്ക് മേജർ ഇഷ്യൂസ് വരുന്നത് ഈ ലൈനിങ്ങിലാണ്, ആർട്ടിക്കുലർ കാർട്ടിലേജ്. ഇതൊരിക്കൽ ചിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഇളകി പോയി കഴിഞ്ഞാൽ, നമ്മൾ ഈ വാളിൻ്റെ മുകളിൽ നിന്നൊക്കെ ഒരു ടൈല് വീണ് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ബ്രിക്ക്, അങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ട്. അതേമാതിരിയാണ് ഈ സർഫേസ് മുഴുവൻ പോവുക. അപ്പോൾ ഈ എല്ലാ ലിഗ്മെൻറ്റ് ഇഞ്ചുറി ഒരേപോലെ ആയിരിക്കില്ല, അത് ഫോഴ്സ്. ചിലതൊക്കെ വളരെ വയലൻറ്റ് ഇഞ്ചുറി ആയിരിക്കും. ഈ വയലൻറ്റ് ഇഞ്ചുറിയിൽ ലിഗ്മെൻറ്റ് പോണതിൻ്റെ ഒപ്പം എല്ലായിടത്തും കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാവും ചുറ്റും. അത് നമ്മൾ ഉള്ളിൽ പോയി നോക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ, സ്കോപ്പ് ചെയ്ത് സർജറി ചെയ്യുമ്പോൾ. ആ സമയത്ത് പലപ്പോഴും കാർട്ടിലേജൊക്കെ ചിപ്പ് ചെയ്ത് ഇത് ഒരിക്കലും ഹീൽ ചെയ്യാത്തൊരു ടിഷ്യൂ ആണ്, രക്തോട്ടം ഇല്ലാത്ത ടിഷ്യൂ ഈ ആർട്ടിക്കുലർ കാർട്ടിലേജ്. അത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദാറ്റ് ഈസ് ദി ബിഗിനിങ് ഓഫ് ദി എൻഡ് നീഡ്. പിന്നെ ഇങ്ങനെ ഡിറ്റീരിയറേറ്റ് ചെയ്ത് മോശമായി വരുള്ളൂ, എത്ര നമ്മൾ ലിഗമെൻറ്റ് റീകൺസ്ട്രക്ട് ചെയ്താലും ചെയ്താൽ. ഇപ്പോൾ റീസെൻ്റ്ലി അല്ല, ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് ദർ ആർ മെത്തേഡ്സ് ടു കൾച്ചർ സെൽസ്. ഈ പേഷ്യൻ്റെ സെൽസ് നമ്മൾ ലാബിൽ കൾച്ചർ ചെയ്തിട്ട് മില്യൻസ് ഓഫ് സെൽസ് ആക്കിയിട്ട് വി ക്യാൻ പുട്ട് ഇറ്റ് ബാക്ക് അതേ സ്ഥലത്ത്. അപ്പോൾ ഈ ബയോളജിക്സ് എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിൻ്റെ സ്റ്റെം സെൽ എടുത്തിട്ട് അത് ഇഞ്ചെക്ട് ചെയ്തിട്ട് റീജനറേറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് കുറേ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് മെത്തേഡ്സ് ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ സ്റ്റിൽ നമ്മൾ ഡിസേർവിങ് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കാറുണ്ട്. എനിവേ താങ്ക് യു സർ. ഇപ്പോൾ സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് ഇഞ്ചുറീസ്, സ്പോർട്സ് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അറിവുകളാണ് സാർ പറഞ്ഞതിൽ നിന്ന് കിട്ടിയത്. ഇപ്പം ചെറിയ പരിക്കുകളാണെങ്കിലും വലിയ പരിക്കുകളാണെങ്കിലും അത് നെഗ്ലക്റ്റ് ചെയ്യാതെ ഡോക്ടേഴ്സ് പറയുന്ന അഡ്വൈസ് എടുത്തിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റിലൂടെ പോയാൽ ഏറ്റവും ബെറ്റർ ആയിട്ട് തന്നെ വീണ്ടും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.